എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന CACB എക്സാമുകളെ മുൻനിർത്തി ദ്രോണാചാര്യ പെരുമ്പാവൂർ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്ന മിഷൻ CACB 2.0 ബേസിക് GKയുമായി റിലേറ്റ് ചെയ്ത പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി നോക്കാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ദൂറാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകരാക്രമണ അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം അവരുടെ സംയുക്ത നീക്കത്തിലൂടെ തകർത്തത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ കണ്ടു പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന്. അപ്പോൾ ചോദിക്കാം എന്താണ് പഹൽഗാം ആക്രമണം നടന്നത് എന്നാണ്? 2025 ഏപ്രിൽ 22-നാണ് പഹൽഗാം ആക്രമണം നടക്കുന്നത്. കശ്മീരിൽ വെച്ചിട്ടല്ലേ, പഹൽഗാമിൽ വെച്ചിട്ട് വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 26 പേരാണ് മരണമടഞ്ഞത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ 2025 ഏപ്രിൽ 22-നാണ് പഹൽഗാം ആക്രമണം നടന്നത്. ഇതിന്റെ ഫലമായിട്ട് ഇന്ത്യ കൈക്കൊണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു സിന്ധു നദീജല കരാർ അങ്ങ് മരവിപ്പിച്ചേക്കാം അല്ലെങ്കിൽ മരവിപ്പിക്കുക എന്നത്. നോക്കുക, പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് എന്ന് 2025 ഏപ്രിൽ 23, ഒട്ടും വൈകിയില്ല അല്ലേ. 22-ാം തീയതി നടന്ന അറ്റാക്കിനെതിരെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു 2025 ഏപ്രിൽ 23-ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് സിന്ധു നദീജല കരാർ. സിന്ധു നദീജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ജലം വിതരണം ചെയ്യുന്നതിനുള്ള ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ എന്ന് നമുക്കറിയാം അല്ലേ. നോക്കാം സിന്ധു നദീജല ഉടമ്പടി 1960 സെപ്റ്റംബർ 19-ന് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ കറാച്ചിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവും പാക് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ അയ്യൂബ് ഖാനും തമ്മിലാണ് ഈ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഓർക്കുക, മറന്നു പോകരുത്. 1960 സെപ്റ്റംബർ 19-ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവും പാക് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ അയ്യൂബ് ഖാനും ചേർന്ന് കറാച്ചിയിൽ വെച്ച് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഈ പറയുന്ന സിന്ധു നദീജല ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന്റെ ഭാഗമായി കരസേന, വ്യോമസേന, നാവികസേന എന്നിവർ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാം സാധാരണ നൽകുന്ന പേരുകളിൽ നിന്നും വ്യത്യസ്തമായൊരു പേരാണല്ലേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. പഹൽഗാം ആക്രമണത്തിന്റെ ഭാഗമായി വിധവകളാക്കപ്പെട്ട സ്ത്രീകളോടുള്ള ആദരസൂചകമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ഓപ്റ്റ് ചെയ്തത്. ഇനി 2025 മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. ഫൈറ്റർ ജെറ്റുകൾ, റാഫേൽ. ഇനി ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലാണ് ഓപ്പറേഷൻ അഭ്യാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലാണ് ഓപ്പറേഷൻ അഭ്യാസ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദീകരണം നൽകിയ വനിതകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദീകരണം നൽകിയ വനിതകളാണ് കേണൽ സോഫിയ ഖുറേഷി, അതുപോലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. കുറേ നാളുകൾ നമ്മുടെ സ്റ്റാറ്റസിലൊക്കെ നിറഞ്ഞു നിന്ന 2 മുഖങ്ങളാണല്ലേ, മറന്നു പോകരുത്, ഓർക്കുക. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദീകരണം നൽകിയ വനിതകളാണ് കേണൽ സോഫിയ ഖുറേഷി, അതുപോലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ചേർത്തത് S-400 മിസൈൽ സിസ്റ്റമാണ്. ഇന്ത്യയുടെ വ്യോമമേഖലയെ സംരക്ഷിച്ചു നിർത്തുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണല്ലേ S-400. ഇന്ത്യയുടെ സുദർശന ചക്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ്? ഇന്ത്യയുടെ സുദർശന ചക്രം എന്നാണ് S-400 അറിയപ്പെടുന്നത്. എവിടെ നിന്നാണ് വാങ്ങിയത്? റഷ്യയിൽ നിന്നുമാണ് വാങ്ങിയത്. S-400 റഷ്യയിൽ നിന്നുമാണ് വാങ്ങിയത്. ഇന്ത്യയുടെ സുദർശന ചക്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ പറയുന്ന സുദർശന ചക്രം എന്നറിയപ്പെടുന്ന റഷ്യയിൽ നിന്നും വാങ്ങിയ S-400 ആണ് ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ചേർത്തതെന്ന് ഓർക്കുക. CACB എക്സാമുകൾക്ക് തുടർച്ചയായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ഏരിയയാണ് അവാർഡ്സ് അല്ലേ. അതായത് എഴുത്തച്ഛൻ അവാർഡ്, വയലാർ അവാർഡ്, അങ്ങനെയുള്ള അവാർഡുകൾ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു പോവാം. എഴുത്തച്ഛൻ അവാർഡ് നോക്കാം. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ അവാർഡ് എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993-ലാണ് ഈ പറയുന്ന എഴുത്തച്ഛൻ അവാർഡ് ആദ്യമായി നൽകി തുടങ്ങിയത്. ഇനി 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ അവാർഡിന്റെ
സമ്മാനത്തുകയായിട്ട് വരുന്നത്. എത്രയാണ്? 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ അവാർഡിൻ്റെ സമ്മാനത്തുക. നോക്കുക, നമ്മളൊരു അവാർഡ്സ് പഠിക്കുമ്പോൾ ഏതൊരു അവാർഡ് ആയിക്കോട്ടെ ആദ്യമായി ആർക്ക് ലഭിച്ചു, അതുപോലെ തന്നെ ഈ തൊട്ട് റീസെൻ്റ് ആയിട്ട് ആർക്ക് ലഭിച്ചു, മിനിമം ആ 2 കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കുക, ആദ്യ ജേതാവാണ് ശ്രീ ശൂരനാട് കുഞ്ഞൻ പിള്ള. ഫസ്റ്റ് റെസിപ്പിയൻ്റ് ആണ് എഴുത്തച്ഛൻ അവാർഡ് ആദ്യമായി ലഭിച്ചത് ശ്രീ ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. ഇനി രണ്ടാമതായി ലഭിച്ചത് ആർക്കാണ്? സെക്കൻഡ് റെസിപ്പിയൻ്റ് ആരാണ്? ശ്രീ തകഴി ശിവശങ്കര പിള്ള. തകഴിക്കാണ്, ശ്രീ തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ് രണ്ടാമതായി എഴുത്തച്ഛൻ അവാർഡ് ലഭിക്കുന്നത്. ഇനി മൂന്നാമതായി ലഭിച്ചത് ബാലാമണി അമ്മയ്ക്കാണ്. തേർഡ് റെസിപ്പിയൻ്റ് ആണ് ബാലാമണി അമ്മ എന്ന് പറയുന്നത്. അത് മാത്രമല്ല 1995 ബാലാമണി അമ്മ എഴുത്തച്ഛൻ അവാർഡ് ലഭിക്കുന്നത്, അല്ലേ ബാലാമണി അമ്മയ്ക്ക്. അപ്പോൾ ഓർക്കുക, ആദ്യ വനിത, എഴുത്തച്ഛൻ അവാർഡ് ലഭിക്കുന്ന ആദ്യ വനിതയാണ് ബാലാമണി അമ്മ എന്ന് ഓർക്കുക. ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള, രണ്ടാമതായി ലഭിച്ചത് ശ്രീ തകഴി ശിവശങ്കര പിള്ള, മൂന്നാമതായി ലഭിച്ചത് ബാലാമണി അമ്മ. ഇനി നമുക്ക് റീസെൻ്റ് ആയിട്ട് ഒരു 3 വർഷത്തിനുള്ളിൽ ആർക്കൊക്കെയാണ് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചിരിക്കുന്നതെന്ന് നോക്കാം. 2022 ശ്രീ സേതുവിനാണ് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 2023 ശ്രീ SK വസന്തനാണ് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത്. ഇനി 32ാമത്തെ റെസിപ്പിയൻ്റ് 2024 32ാമത്തെ റെസിപ്പിയൻ്റ് ആണ് ശ്രീ NS മാധവൻ. ഏതാ കൃതി അദ്ദേഹത്തിൻ്റെ? ഹിഗ്വിറ്റ. ഓർക്കുക, 3 വർഷത്തെങ്കിലും മിനിമം പഠിച്ചു വെക്കുക. 2022 ശ്രീ സേതുവിന് ലഭിച്ചു, 2023 SK വസന്തന് ലഭിച്ചു, അതുപോലെ തന്നെ 2024 32ാമത്തെ റെസിപ്പിയൻ്റ് ആണ് ശ്രീ NS മാധവൻ. ഏത് കൃതിയാണ്? ഹിഗ്വിറ്റയ്ക്കാണ് എഴുത്തച്ഛൻ അവാർഡ് ലഭിക്കുന്നത്. വയലാർ അവാർഡ് നമുക്കറിയാം. വയലാർ അവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണല്ലേ. ആദ്യമായി അല്ലെങ്കിൽ എന്ന് മുതലാണ് വയലാർ അവാർഡ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1977 മുതലാണ്. മാറിപ്പോവരുത്, 1977 മുതലാണ് വയലാർ അവാർഡ് ആരംഭിക്കുന്നത്. എത്രയാണ് സമ്മാനത്തുകയായി വരുന്നത്? 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി വരുന്നത്. ആദ്യ ജേതാവ്, പ്രഥമ ജേതാവ് ലളിതാംബിക അന്തർജനമാണ്. 1977 ആദ്യത്തെ റെസിപ്പിയൻ്റ് ആരെന്ന് ചോദിച്ചാൽ ലളിതാംബിക അന്തർജനമാണ്. ഏത് രചനയ്ക്കാണ് ലഭിക്കുന്നത്? അഗ്നിസാക്ഷി. ഏത് രചനയാണ്? അഗ്നിസാക്ഷിക്കാണ് ആദ്യമായി ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് ലഭിക്കുന്നത്. ഇനി ഈ റീസെൻ്റ് ആയിട്ട് ആർക്കെല്ലാമാണ് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2022 ശ്രീ S ഹരീഷിനാണ് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഏത് രചനയ്ക്ക്? അതുകൂടി ഒന്ന് പഠിച്ചിരിക്കാം. ഏതാണ്? മീശ. മീശ 2022 S ഹരീഷിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. രചന മീശ. ഇനി 2023 ശ്രീ ശ്രീകുമാരൻ തമ്പിക്കാണ് വയലാർ അവാർഡ് ലഭിക്കുന്നത്. ഏതാണ് രചന? ജീവിതം ഒരു പെണ്ടുലം. ജീവിതം ഒരു പെണ്ടുലം എന്ന രചനയ്ക്കാണ് ആർക്ക് ലഭിക്കുന്നത്? ശ്രീകുമാരൻ തമ്പിക്ക് 2023 വയലാർ അവാർഡ് ലഭിക്കുന്നത്. ഇനി 48ാമത്തെ റെസിപ്പിയൻ്റ് 2024 ശ്രീ അശോകൻ ചെരുവിൽ. ഏതാണ് കൃതി? ഏതാണ് അല്ലെങ്കിൽ രചന ഏതാണ്? കാട്ടൂർക്കടവ്. കാട്ടൂർക്കടവ് എന്ന രചനയ്ക്കാണ് 2024 48ാമത്തെ വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന് ലഭിക്കുന്നത്. ഓർക്കുക, നിലവിലെ കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാനാണ് ശ്രീ അശോകൻ ചെരുവിൽ. ഇനി നമുക്ക് ഓടക്കുഴൽ അവാർഡ് നോക്കാം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓടക്കുഴൽ അവാർഡ് എന്ന് നമുക്കറിയാം. നോക്കാം, ഏർപ്പെടുത്തിയത് പറയുന്ന ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ്. നൽകുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ആരാണ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ അവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. എത്ര രൂപയാണ് സമ്മാനത്തുകയായി വരുന്നത്? 30,000 രൂപ, 30,000 rupees ആണ് സമ്മാനത്തുകയായിട്ട് വരുന്നത്. ആദ്യ ജേതാവ്, ഫസ്റ്റ് റെസിപ്പിയൻ അല്ലെങ്കിൽ പ്രഥമ ജേതാവ് എന്നെല്ലാം ചോദിച്ചാൽ ശ്രീ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഏതാണ് രചന? തുളസീദാസ രാമായണം. ഏതാണ്? തുളസീദാസ
രാമായണം. തുളസീദാസ രാമായണം. ഇനി നോക്കുക, ആദ്യമായി ലഭിച്ച വനിത, ഓടക്കുഴൽ അവാർഡ് ആദ്യമായി ലഭിച്ച ഫസ്റ്റ് റെസിപ്പിയൻ എന്താണ്? വനിതാ വിഭാഗത്തിൽ ആരാണ്? ലളിതാംബിക അന്തർജനം. ഓൾറെഡി നമ്മൾ പറഞ്ഞ കൃതി തന്നെയാണ്. ഏതാണ്? അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എന്ന രചനയ്ക്കാണ് ലളിതാംബിക അന്തർജനത്തിന് ആദ്യമായി എന്ത് ലഭിക്കുന്നത്? ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ഇനി ഈ റീസെന്റ് ആയിട്ട് ഓടക്കുഴൽ അവാർഡ് ജേതാക്കൾ ആരെല്ലാം എന്ന് നമുക്ക് നോക്കാം. 2022 ആർക്കാ ലഭിച്ചത്? അംബികാസുധൻ മങ്ങാട്. ഏതാ രചന വരുന്നത്? പ്രാണവായു. പ്രാണവായു എന്ന രചനയ്ക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ഇനി 2023 ആർക്കാണ് ലഭിക്കുന്നത്? പി എൻ ഗോപികൃഷ്ണനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. PN ഗോപികൃഷ്ണൻ. ഏതാ രചന വരുന്നത്? കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ്. അതുപോലെ തന്നെ 2024 ഓടക്കുഴൽ അവാർഡ് വിന്നർ 54ാമത്തെ റെസിപ്പിയന്റ് ആണ് കെ അരവിന്ദാക്ഷൻ. ഏതാണ് രചന? അതുകൂടി പഠിക്കണം. ഏതാണ്? ഗോപ. അപ്പോൾ ഓർക്കുക, 2022 അംബികാസുധൻ മങ്ങാട് പ്രാണവായു, 2023 PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ്, 2024 54ാമത്തെ റെസിപ്പിയന്റ് കെ അരവിന്ദാക്ഷൻ, രചന ഗോപ. നെക്സ്റ്റ് വണ്ണാണ് ഹരിവരാസനം പുരസ്കാരം. നമുക്കറിയാം ശബരിമലയുമായി റിലേറ്റ് ചെയ്ത പുരസ്കാരമാണല്ലേ ഹരിവരാസനം പുരസ്കാരം എന്ന് പറയുന്നത്. മകരവിളക്കിൻ്റെ എന്നാണ് ഈ ഒരു പുരസ്കാരം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുന്നത്. നോക്കുക, 2023 റെസിപ്പിയന്റ് ആണ് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പി. 2024 PK വീരമണിദാസനാണ് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും റീസെന്റ് അല്ലേ 2025 ആർക്കാണ് ലഭിച്ചത്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ഈ പറയുന്ന ഹരിവരാസനം പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചതെന്ന് ഓർക്കുക. ഇനി നമുക്ക് നോക്കാം വള്ളത്തോൾ പുരസ്കാരം. മലയാളത്തിലെ 2ാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. മറക്കരുത്, മലയാളത്തിലെ 2ാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് വള്ളത്തോൾ അവാർഡ് എന്ന് പറയുന്നത്. ഏത് വർഷമാണ് ആരംഭിച്ചത്? 1991 ആരംഭിക്കുന്നത്. പ്രഥമ ജേതാവ്, ഫസ്റ്റ് റെസിപ്പിയന്റ്, ആദ്യമായി ലഭിച്ച വ്യക്തി എന്നൊക്കെ ചോദിച്ചാൽ പാല നാരായണൻ നായരാണ്. ആർക്കാണ് ലഭിക്കുന്നത്? പാല നാരായണൻ നായർക്കാണ്. ഇനി ആദ്യമായി ലഭിച്ച വനിതയാണ് ബാലാമണിയമ്മ. ഏത് വർഷമാണ് ലഭിക്കുന്നത്? 1993 1993 ബാലാമണിയമ്മയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അതേ വർഷം തന്നെ മറ്റൊരു വ്യക്തിക്ക് കൂടി ഈ പറയുന്ന വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ആർക്കാണ്? ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ 1993 രണ്ടു പേർക്കാണ് ഈ പറയുന്ന വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത്. ഒന്ന് ബാലാമണിയമ്മ, മറ്റൊന്ന് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ. അതുപോലെ തന്നെ ഓർക്കുക, റീസെൻ്റായി ലഭിച്ച വ്യക്തികൾ 2018 M മുകുന്ദനാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത്. 2019 സക്കറിയയ്ക്കാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ജ്ഞാനപീഠ പുരസ്കാരം. സാഹിത്യ മേഖലയിൽ ഇന്ത്യയിൽ നൽകുന്ന പരമോന്നതമായ ബഹുമതിയാണ് ജ്ഞാനപീഠം അവാർഡ് എന്ന് പറയുന്നത്. കേരളത്തിലാണെങ്കിൽ എഴുത്തച്ഛൻ അവാർഡാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ സാഹിത്യ മേഖലയിൽ ഇന്ത്യയിൽ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് ജ്ഞാനപീഠം അവാർഡ് എന്ന് പറയുന്നത്. പരമോന്നത ബഹുമതിയാണല്ലേ. സമ്മാനത്തുക എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയാണ്. ഏത് വർഷമാണ് നൽകി തുടങ്ങിയത്? 1965 മുതലാണ് ജ്ഞാനപീഠം അവാർഡ് നൽകി തുടങ്ങിയത്. ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച ഭാഷ നമുക്ക് അഭിമാനിക്കാം. മലയാള ഭാഷയ്ക്കാണ് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ആദ്യ ജേതാവ്, പ്രഥമ ജേതാവ് എന്ന് പറയുന്നത് ശ്രീ ജി ശങ്കരക്കുറുപ്പാണ്. ഓടക്കുഴൽ എന്ന രചനയ്ക്കാണ് ശ്രീ ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഓർക്കുക, 1982 വരെ
1982 വരെ കൃതികൾക്കായിരുന്നു ജ്ഞാനപീഠ അവാർഡ് നൽകിയിരുന്നത്. എന്നാൽ അതിനുശേഷം 1982 ശേഷം കൃതികൾ എന്നത് മാറി സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പറയുന്ന ജ്ഞാനപീഠം അവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരെയും പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. എത്ര മലയാളികൾക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചു അത് ഓർത്തിരിക്കുക. ആകെ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ആകെ 6 പേർ. നോക്കാം. ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പ് 1965 ദെൻ SK പൊറ്റക്കാട് 1980, തകഴി 1984, ശ്രീ MT വാസുദേവൻ നായർ 1995, ശ്രീ ONV കുറുപ്പ് 2007, ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1982 മുതലാണ് കൃതികൾക്ക് എന്നത് മാറ്റി സമഗ്ര സംഭാവനയ്ക്ക് നൽകി തുടങ്ങിയത്. അപ്പോൾ ഓർക്കുക, അതുവരെ കൃതികൾ പഠിക്കണം അല്ലേ. 82 മുമ്പ് 2 വ്യക്തികളാണുള്ളത്. 2 വ്യക്തികൾക്കാണ് 82 മുമ്പ് മലയാളികൾക്ക് ലഭിച്ചിരിക്കുന്നത് ജ്ഞാനപീഠം. അപ്പോൾ നോക്കുക, ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന രചനയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ. അതുപോലെ തന്നെ ഓർക്കുക, SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ. ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ. ഈ 2 രചനകൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അവസാനമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളി അല്ലെങ്കിൽ ഏറ്റവും ജ്ഞാനപീഠം അവാർഡ് നേടുന്ന മലയാളികളിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, ഇതിലേതെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഏതാണ് ആൻസർ വരിക? ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഏറ്റവും റീസെൻ്റ് ആയിട്ട് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കെല്ലാമാണെന്ന് നോക്കാം. 2022 ആർക്കാണ് ലഭിച്ചത്? ദാമോദർ മൗസോ. ഏതാ ഭാഷ? കൊങ്കണി ഭാഷയിൽ നിന്നും ദാമോദർ മൗസോയ്ക്കാണ് 2022 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി 2023 രാമഭദ്രാചാര്യ. ഏതാ ഭാഷ? സംസ്കൃത അല്ലേ. സംസ്കൃത ഭാഷയിൽ നിന്നും രാമഭദ്രാചാര്യയ്ക്കും ഉറുദു ഭാഷയിൽ നിന്നും ഗുൽസാറിനുമാണ് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2024 59ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ജേതാവാണ് വിനോദ് കുമാർ ശുക്ല. പഠിക്കണം, വിനോദ് കുമാർ ശുക്ല. ഏതാണ് ഭാഷ? ഹിന്ദി ഭാഷയിൽ നിന്നുമാണ്. ഓർക്കുക, ഹിന്ദി ഭാഷയിൽ നിന്നും ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന 12ാമത്തെ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത്. ഹിന്ദി ഭാഷയിൽ നിന്നും ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന 12ാമത്തെ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല. 59ാമത്തെ റെസിപ്പിയൻ്റ് ആണ് 2024. ഇനി നമുക്ക് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നോക്കാം. അവാർഡ് തുക എത്ര ലക്ഷമാണ്? 3 ലക്ഷം രൂപയാണ്. ആദ്യ ജേതാവ് തിക്കൊടിയൻ. ഏത് വർഷമാണ്? ഓക്കെ, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആരംഭിച്ച വർഷമാണ് 2001. 2001 ആരംഭിച്ചു. ആദ്യ ജേതാവാണ് തിക്കൊടിയൻ. ഇനി ആദ്യ വനിത M ലീലാവതി. ആദ്യമായി ലഭിച്ച വനിതയാണ് M ലീലാവതി. ഇനി റെസിപ്പിയൻസ്, ഈ റീസെൻ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ള റെസിപ്പിയൻസ് ആരെല്ലാം എന്ന് നോക്കാം. 2022 ശ്രീ സേതുവിന് ലഭിച്ചു. 2023 ശ്രീ സക്കറിയയ്ക്കും. അതുപോലെ തന്നെ 2024 ഏറ്റവും റീസെൻ്റ് ആയിട്ട് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സാറ ജോസഫിനുമാണെന്ന് ഓർക്കുക. അവാർഡ്സ് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് പത്മ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. നോക്കാം. ഭാരതരത്ന കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ബഹുമതിയാണ് പത്മ പുരസ്കാരം. ആരംഭിച്ചത് 1954. പത്മ പുരസ്കാരങ്ങളെ 3ആയി തിരിച്ചിരിക്കുന്നു. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെ 3ആയി തിരിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ 2ാമത്തെ ബഹുമതിയാണെന്ന് പറഞ്ഞു അല്ലേ. ഭാരതരത്ന കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ബഹുമതിയാണ്. 3ആയി തിരിച്ചിരിക്കുന്നു. പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ 2ാമത്തെ ബഹുമതിയാണ് പത്മവിഭൂഷൺ, 3ാമത്തെ ബഹുമതിയാണ് പത്മഭൂഷൺ, 4ാമത്തെ ബഹുമതിയാണ് പത്മശ്രീ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ 2ാമത്തെ ബഹുമതി പത്മവിഭൂഷൺ, 3ാമത്തെ ബഹുമതി പത്മഭൂഷൺ, ഏറ്റവും വലിയ 4ാമത്തെ ബഹുമതിയാണ് പത്മശ്രീ എന്ന് പറയുന്നത്. ഇനി 2025 ആകെ 139 ജേതാക്കളാണുള്ളത്. ഈ പറയുന്ന 3 കാറ്റഗറിയിലുമായി അല്ലെങ്കിൽ 3 വിഭാഗങ്ങളിലുമായി 139 വിജയികൾ അല്ലെങ്കിൽ ജേതാക്കളാണുള്ളത്. 139 പേരെയും പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്ര കണ്ട് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രം ഒന്ന് ജസ്റ്റ് നോക്കിപ്പോകാം. നോക്കാം.
പത്മവിഭൂഷൺ. 7 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. 7 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. അതിൽ ഒരു മലയാളി. ആരാണ്? MT വാസുദേവൻ നായർ. ശ്രീ MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന കാറ്റഗറിക്ക് കീഴെയാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ നോക്കിക്കേ. ഒസാമു സുസുക്കി. മരണാനന്തര ബഹുമതിയായി തന്നെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി എന്ന കാറ്റഗറിക്ക് കീഴിൽ, വിദേശിയാണല്ലേ, ജപ്പാനിൽ നിന്നുള്ള വ്യക്തിയാണ് ഒസാമു സുസുക്കി. ഇനി തേർഡ് വൺ ആണ് കുമുദിനി രജനീകാന്ത് ലഖിയ. കലയ്ക്കാണ് ലഭിച്ചത് അല്ലേ, കഥക് നർത്തകിയാണ് കുമുദിനി രജനീകാന്ത് ലഖിയ. ആർട്ട് എന്ന കാറ്റഗറിക്ക് കീഴെയാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. ജഗദീഷ് സിംഗ് ഖെഖാർ. ജഗദീഷ് സിംഗ് ഖെഖാർ പബ്ലിക് അഫയേഴ്സ് എന്ന കാറ്റഗറിക്ക് കീഴെയാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിക്കുന്നത്. നമുക്കറിയാം, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ സിഖുകാരൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ 44ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് എന്നെല്ലാം ചോദിച്ചാൽ ആൻസർ വരുന്നത് ജഗദീഷ് സിംഗ് ഖെഖാർ ആണെന്ന് ഓർക്കുക. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് ദുവൂർ നാഗേശ്വർ റെഡ്ഡി. മെഡിസിൻ എന്ന കാറ്റഗറിക്ക് കീഴെയാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കുക. ബീഹാറിലെ കോകില അല്ലെങ്കിൽ ബീഹാറിലെ നാടോടി ഗായിക എന്നൊക്കെ അറിയപ്പെടുന്ന കലാകാരിയാണ് ശാരദ സിൻഹ എന്ന് പറയുന്നത്. മരണാനന്തര ബഹുമതിയായിട്ട് ആർട്ട് അല്ലെങ്കിൽ കലയ്ക്കാണ്, ആ ഒരു കാറ്റഗറിക്ക് കീഴെയാണ് അവാർഡ് ലഭിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ നോക്കുക. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. വയലിൻ കലാകാരനാണല്ലേ, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. നെക്സ്റ്റ് വൺ നോക്കാം. പത്മഭൂഷൺ. ആകെ പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിരിക്കുന്നത് 19 പേർക്കാണ്. 19 പേർക്ക്. എത്ര മലയാളികളുണ്ട്? 2 മലയാളികളാണുള്ളത്. ജോസ് ചാക്കോ പെരിയപുറം. ആദ്യത്തെ വ്യക്തിയാണ് ജോസ് ചാക്കോ പെരിയപുറം. ഏതാ കാറ്റഗറി? മെഡിസിൻ എന്ന കാറ്റഗറിക്ക് കീഴെയാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നത്. ബാലൻസ് നോക്കാം. ബാലൻസ് ആർക്കൊക്കെയാണ്? 2 മലയാളികൾ എന്ന് പറഞ്ഞു. ആദ്യത്തെ മലയാളിയാണ് ജോസ് ചാക്കോ പെരിയപുറം. രണ്ടാമത് കിട്ടിയിരിക്കുന്ന വ്യക്തിയാണ് PR ശ്രീജീഷ്. ആരാണ്? PR ശ്രീജീഷ്. സ്പോർട്സ് എന്ന കാറ്റഗറിക്ക് കീഴെയാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി പത്മശ്രീ അദ്ദേഹത്തിന് 2017 ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഖേൽ രത്ന പുരസ്കാരം 2021 ലഭിക്കുകയുണ്ടായി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക, തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് PR ശ്രീജീഷ് എന്ന് പറയുന്നത്. തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് PR ശ്രീജീഷ്. ഇനി നോക്കുക. ശോഭന ചന്ദ്രകുമാർ. നമുക്കറിയാലേ, നമ്മളുടെ ചലച്ചിത്ര നടിയാണ് ശോഭന ചന്ദ്രകുമാർ. കല എന്ന കാറ്റഗറിക്ക് അല്ലെങ്കിൽ ആർട്ട് എന്ന കാറ്റഗറിക്ക് കീഴെയാണ് അവാർഡ് ലഭിക്കുന്നത്. തമിഴ്നാടിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ അവാർഡ് റിസീവ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. പത്മശ്രീ. 2025 ആകെ 113 പേർക്കാണ് പത്മശ്രീ ലഭിക്കുന്നത്. 113 പേർക്ക്. അതിൽ എത്ര മലയാളികൾ? നമുക്കറിയാം, ഈ 113 പേരെയും പഠിക്കുക എന്ന് പറയുന്നത് അത്ര കണ്ട് പ്രായോഗികമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വ്യക്തിത്വങ്ങളെ നമുക്ക് നോക്കാം. മലയാളികളാകെ 2 പേർ. എത്രയാണ്? 2 മലയാളികൾ. IM വിജയൻ. സ്പോർട്സ് എന്ന കാറ്റഗറിക്ക് കീഴെയാണല്ലേ. നമുക്കറിയാം, 2003 അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2003 അർജുന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി K ഓമനക്കുട്ടിയമ്മ. ആർട്സ് അല്ലെങ്കിൽ കല, അതിന് കീഴിലാണ് K ഓമനക്കുട്ടിയമ്മയ്ക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി കായിക താരങ്ങൾ നോക്കുക. ഹർവീന്ദർ സിംഗ്, രവീന്ദർ അശ്വിൻ, സത്യപാൽ സിംഗ്. ആരൊക്കെയാണ്? ഹർവീന്ദർ സിംഗ്, രവീന്ദർ അശ്വിൻ, സത്യപാൽ സിംഗ്. കേരള പുരസ്കാരം. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പത്മ അവാർഡിന്റെ മാതൃകയിൽ വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് അവർ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരം. നോടി നോക്കുക. കേന്ദ്ര സർക്കാർ, നമുക്കറിയാം പത്മ പുരസ്കാരങ്ങൾ ഓൾറെഡി നമ്മൾ കണ്ടല്ലേ. ആ പത്മ അവാർഡിന്റെ മാതൃകയിൽ വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ അവർ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനയെ ബേസ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരം എന്ന് പറയുന്നത്. പ്രഥമ കേരള പുരസ്കാരം ആരംഭിച്ചത് ഏത് വർഷമാണ്? 2022. ആർക്കാണ് ലഭിച്ചത്? ശ്രീ MT വാസുദേവൻ നായർ. ശ്രീ MT വാസുദേവൻ നായർക്കാണ്. ഇനി 2023 തൊട്ടടുത്ത വർഷം ആർക്ക് ലഭിച്ചു? ശ്രീ T പത്മനാഭനാണ് കേരള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പത്മ പുരസ്കാരങ്ങളെ 3ആയി തിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ കേരള പുരസ്കാരങ്ങളെയും 3ആയി തന്നെ തിരിച്ചിട്ടുണ്ട്. കേരള ജ്യോതി, കേരള പ്രഭ,
കേരളശ്രീ. ഇങ്ങനെയാണ് കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. ഇനി 2022 സ്റ്റാർട്ട് ചെയ്തു. 2024 മൂന്നാമത് കേരള പുരസ്കാരമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. മൂന്നാമത് കേരള പുരസ്കാരമാണ് 2024. കേരള ജ്യോതി 2024 കേട്ടോ. കേരള ജ്യോതി ആർക്കാ ലഭിച്ചിരിക്കുന്നത്? പ്രൊഫസർ MK സാനു. പ്രൊഫസർ MK സാനു. കേരളപ്രഭ ഡോക്ടർ S സോമനാഥ്. മറക്കാതെ പഠിക്കുക. S സോമനാഥ് ISROയുടെ മുൻ ചെയർമാനായിരുന്ന വ്യക്തിയാണല്ലേ ഡോക്ടർ S സോമനാഥ്. അതുപോലെ തന്നെ ജൈവ കർഷക എന്ന കാറ്റഗറിക്ക് എന്താണ്? ഭുവനേശ്വരി. ഭുവനേശ്വരിക്കും ഈ പറയുന്ന കേരളപ്രഭ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നോക്കാം കേരളശ്രീ എത്ര പേർക്കാണ്? 6 പേർക്കാണ് അല്ലേ? 6 പേർക്കാണ്. കലാമണ്ഡലം വിമല മേനോൻ ആർട്ട് അല്ലെങ്കിൽ കല എന്ന കാറ്റഗറിക്ക് കീഴെയാണ്. ഡോക്ടർ TK ജയകുമാർ. TK ജയകുമാർ ആരോഗ്യം എന്ന കാറ്റഗറിക്ക് കീഴെയാണ്. നാരായണ ഭട്ടതിരി കാലിഗ്രാഫി എന്ന കാറ്റഗറിക്ക് കീഴെയാണ്. സഞ്ജു സാംസൺ കായികം. അതുപോലെ തന്നെ ഷൈജ ബേബി സാമൂഹിക സേവനം. ദെൻ ലാസ്റ്റ് വൺ VK മാത്യൂസ് വ്യവസായം അതുപോലെ വാണിജ്യം. ഇതിന് ഈ കാറ്റഗറിക്ക് കീഴെയാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ്. നോക്കാം ഭാരതരത്ന. ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം അല്ലെങ്കിൽ ബഹുമതിയാണ് ഭാരതരത്ന. ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഏതെന്ന് ചോദിച്ചാൽ മാറിപ്പോവരുത്, ഭാരതരത്നയാണ്. 1954 ജനുവരി 2 മുതലാണ് ഭാരതരത്ന നൽകി തുടങ്ങിയത്. എന്ന് മുതലാണ് ഭാരതരത്ന നൽകി തുടങ്ങിയതെന്ന് ചോദിച്ചാൽ 1954 ജനുവരി 2 മുതലാണ്. ആദ്യമായി ഭാരതരത്ന ലഭിച്ച വ്യക്തികൾ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമ്മുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണെന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ ആദ്യമായി ആരാണ് റിസീവ് ചെയ്തത് അല്ലെങ്കിൽ ആർക്കെല്ലാമാണ് ലഭിച്ചത് നോക്കാം. C രാജഗോപാലാചാരി, ഡോക്ടർ S രാധാകൃഷ്ണൻ, ഒരാൾ കൂടിയുണ്ട്. ആരാണ്? CV രാമൻ. CV രാമൻ. ഇവർക്ക് 3 പേർക്കുമാണ് ആദ്യമായി ഭാരതരത്ന ലഭിക്കുന്നത്. എന്നാൽ ആരായിരിക്കും ആദ്യമായി ഭാരതരത്ന കൈപ്പറ്റിയ വ്യക്തി ചോദിച്ചാൽ എഴുതുക. C രാജഗോപാലാചാരിയാണ്. ആദ്യമായി ഭാരതരത്ന കൈപ്പറ്റിയതാര് എന്ന് ചോദിച്ചാൽ C രാജഗോപാലാചാരിയാണ്. അതുപോലെ തന്നെ ഭാരതരത്ന നേടുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഈ പറയുന്ന C രാജഗോപാലാചാരിയാണ്. അതുപോലെ തന്നെ ഡോക്ടർ S രാധാകൃഷ്ണൻ, നമുക്കറിയാലേ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ഉപരാഷ്ട്രപതിയായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, പദവിയിലിരിക്കെ, ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്ന നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഈ പറയുന്ന ഡോക്ടർ S രാധാകൃഷ്ണൻ. CV രാമൻ നമുക്കറിയാലേ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വം തന്നെയാണ്. ശാസ്ത്രം അല്ലെ, ശാസ്ത്രം എന്ന കാറ്റഗറിക്ക് കീഴെയാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നത്. 2024 ജേതാക്കൾ ആരെല്ലാം എന്ന് നോക്കാം. കർപ്പൂരി താക്കൂർ ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ഓക്കെ, കർപ്പൂരി താക്കൂർ ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രി. ഇനി ലാൽ കൃഷ്ണ അദ്വാനി 50th person to get ഭാരതരത്ന. ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ലാൽ കൃഷ്ണ അദ്വാനിയാണെന്ന് ഓർക്കുക. ഇനി നരസിംഹറാവു, ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന നരസിംഹറാവുവിനും ഈ പറയുന്ന 2024 ഭാരതരത്ന ലഭിച്ചു. ഇനി ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ചൗധരി ചരൺ സിംഗ്, അദ്ദേഹത്തിനും എന്ത് തന്നെ ലഭിച്ചിട്ടുണ്ട്? ഭാരതരത്ന 2024 ലഭിച്ചു. ചൗധരി ചരൺ സിംഗ്. ഇനി MS സ്വാമിനാഥൻ, അഗ്രികൾച്ചറൽ സയന്റിസ്റ്റായ MS സ്വാമിനാഥനും ഭാരതരത്ന അവാർഡ് 2024 ലഭിച്ചിട്ടുണ്ട്. നമുക്ക് CSEB-യിൽ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. 2024 ജേതാക്കൾ കൃത്യമായി ഓർക്കുക, 5 പേർ. നെക്സ്റ്റ് വൺ നോക്കാം. ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ്. CSEB എക്സാമുകൾക്ക് ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോക്കുക. സുപ്രീം ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ പരമമായത് എന്താണ് നമുക്കറിയാലേ, കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന. അതുപോലെ തന്നെ സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യ ആരാണ്? പ്രസിഡന്റ്. സർവ്വസൈന്യാധിപനാണ് പ്രസിഡന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിലവിലെ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു അല്ലേ? എത്രാമത്തെ പ്രസിഡന്റ് ആണ്? 15ാമത്തെ പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു. ഇനി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി അല്ലേ? ആരാണ്? ജഗദീപ് ധൻഖർ. 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ ഗവായി. ഭൂഷൺ ഗവായി ആണ് എത്രാമത്തെയാണ്? 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഭൂഷൺ ഗവായി എന്ന് പറയുന്നത്. നോക്കുക, കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിലവിൽ ആരാണ്?
നിതിൻ മധുകർ ജംദാർ. നിതിൻ മധുകർ ജംദാർ. നെക്സ്റ്റ് വൺ നോക്കുക, RBI ഗവർണർ, ഇമ്പോർട്ടൻ്റ് ആണല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര. ആരാണ്? സഞ്ജയ് മൽഹോത്ര. എത്രാമത്തെ ഗവർണറാണ്? 26ാമത്തെ ഗവർണറാണ് അദ്ദേഹം. 26ാമത്തെ ഗവർണർ. കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരള ഗവർണറായി നിലവിൽ ചുമതലയിലുള്ളത്. നോക്കുക, ISRO ചെയർമാൻ വി നാരായണൻ. ISROയുടെ കറന്റ് ചെയർമാൻ വി നാരായണനാണ്. അതുപോലെ VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ചെയർമാനാണ് S ഉണ്ണികൃഷ്ണൻ നായർ. ആരാണ്? S ഉണ്ണികൃഷ്ണൻ നായരാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ചെയർമാനായി നിലവിൽ ചുമതലയിലുള്ളത്. നോക്കുക, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG അല്ലേ, നിലവിൽ ആരാണ്? K സഞ്ജയ് മൂർത്തിയാണ്. നെക്സ്റ്റ് വൺ നോക്കാം, അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണി. ആരാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റിന് നിയമപരമായ കാര്യങ്ങളിൽ എന്തിലെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ കൊടുക്കുന്ന വ്യക്തിയാണ് അറ്റോർണി ജനറൽ അല്ലേ. അതുപോലെ തന്നെ ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ ആണ് അദ്ദേഹം അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ പൊസിഷൻ അറിയപ്പെടുന്നത്. നോക്കാം, സോളിസിറ്റർ ജനറൽ സെക്കൻഡ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യയാണ്. ആരാണ്? തുഷാർ മേത്ത. അതുപോലെ തന്നെ കേരള അഡ്വക്കേറ്റ് ജനറൽ. സെൻട്രൽ ഗവൺമെന്റിന് അറ്റോർണി ജനറൽ എന്ന പോലെ കേരള ഗവൺമെന്റിന് എന്തെങ്കിലും നിയമപരമായ കാര്യങ്ങളിൽ അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? കേരള അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, K ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. നെക്സ്റ്റ് വൺ നോക്കുക, ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി IOCയുടെ പ്രസിഡന്റാണ് PT ഉഷ. PT ഉഷ. ഇനി BCCI പ്രസിഡന്റാണ് റോഗർ ബിന്നി. ആരാണ്? റോഗർ ബിന്നി. ഇനി നമുക്ക് സായുധ സേന നോക്കാം അല്ലേ. നോക്കി, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ചോദിക്കാറുള്ളതാണ്. ഡിഫൻസ് സ്റ്റാഫിന്റെ ചീഫായിട്ട് ജനറൽ അനിൽ ചൗഹാൻ ഉണ്ട്. ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ. അതുപോലെ ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ്, ആർമിയുടെ ഹെഡായിട്ട് ആരുണ്ട്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ് മാർഷൽ അമർപ്രീത് സിംഗ്. ആരാണ്? മാർഷൽ അമർപ്രീത് സിംഗ്. ഇനി ചീഫ് ഓഫ് ദ നേവൽ സ്റ്റാഫ്, നേവൽ സ്റ്റാഫിന്റെ ചീഫായിട്ട് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. ആരാണ്? അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. ചെയർമാൻ നോക്കുക, UPSCയുടെ ചെയർമാനാണ് അജയ് കുമാർ. UPSCയുടെ പ്രസന്റ് ചെയർമാൻ അജയ് കുമാർ. കേരള PSCയുടെ ചെയർമാൻ, നിലവിലെ ചെയർമാനാണ് MR ബൈജു. MR ബൈജു. UGCയുടെ പ്രസന്റ് ചെയർമാനാണ് ഡോക്ടർ വിനീത് ജോഷി. ഡോക്ടർ വിനീത് ജോഷി. SSCയുടെ കറന്റ് ചെയർമാനാണ് S ഗോപാലകൃഷ്ണൻ. ആരാണ്? S ഗോപാലകൃഷ്ണൻ. അതുപോലെ സെബിയുടെ ചെയർമാൻ, നിലവിലെ ചെയർമാനാണ് തുഹിൻ കാന്ത പാണ്ഡെ. ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. ഇനി സെബിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്ന ആദ്യ വനിതയാണ് മദാബി പുരി ബച്ച് അല്ലേ. അതുപോലെ തന്നെ IRDAIയുടെ ചെയർമാനാണ് ദേബാശിഷ് പാണ്ഡ. ആരാണ്? ദേബാശിഷ് പാണ്ഡ. ഇനി ട്രായിയുടെ ചെയർമാൻ ആരാണ്? അനിൽ കുമാർ ലഹോത്തി. ആരാണ്? അനിൽ കുമാർ ലഹോത്തിയാണ് ട്രായിയുടെ ചെയർമാൻ. UN സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്രസ്. ആരാണ്? അന്റോണിയോ ഗുട്രസ്. ഇനി പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇന്ത്യ ടു ദ യുണൈറ്റഡ് നേഷൻസ്. ഓർക്കുക, പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇന്ത്യ ടു ദ UN ചോദിച്ചു കഴിഞ്ഞാൽ പർവ്വതനേനി ഹരീഷ് ആണെന്ന് ഓർക്കുക. 15th ഫിനാൻസ് കമ്മീഷൻ ചെയർമാനാണ് നന്ദ് കിഷോർ സിംഗ്. ആരാണ്? നന്ദ് കിഷോർ സിംഗ് ആണ് 15ാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ. 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. ആരാണ്? അരവിന്ദ് പനഗിരിയാണ് 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ. ഇനി 22ാമത്തെ ലോ കമ്മീഷൻ ചെയർമാനാണ് ഋതുരാജ് ആവാസ്തി. ഋതുരാജ് ആവാസ്തി. CVC അഥവാ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറാണ് നിലവിലെ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. പ്രവീൺ കുമാർ ശ്രീവാസ്തവ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBIയുടെ നിലവിലെ ഡയറക്ടറാണ് പ്രവീൺ സൂഡ്. പ്രവീൺ സൂഡ്. കേരള ലോകായുക്ത നമുക്കറിയാം എന്താണ്, ഭരണതലത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗ തലത്തിലും ഒക്കെയുള്ള അഴിമതികൾ തടയുന്നതിന് വേണ്ടി വന്നതാണല്ലേ. ദേശീയ തലത്തിൽ ആരുണ്ട്? ലോക്പാൽ ഉണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ ലോകായുക്തയാണ്. അപ്പോൾ നോക്കുക, കേരള ലോകായുക്തയാര്? അനിൽ കുമാറാണ്. അനിൽ കുമാറാണ് കേരള ലോകായുക്ത. ഇനി കേരള ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ A ജയതിലക് IAS. ആരാണ്? ഡോക്ടർ A ജയതിലക് IAS. കേരള DGP പ്രസന്റ് കേരള DGP ആണ് രവാദ A ചന്ദ്രശേഖർ. രവാദ A
ചന്ദ്രശേഖർ. അതുപോലെ കേരള പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാനാണ് ശ്രീ പിണറായി വിജയൻ. കേരള പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ഈസ് ശ്രീ പിണറായി വിജയൻ. അതുപോലെ കേരള പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ VK രാമചന്ദ്രൻ ആണെന്ന് ഓർക്കുക. ആരാണ്? VK രാമചന്ദ്രൻ. നീതി ആയോഗ് ഫുൾ ഫോം നോക്കിക്കേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. കാണാതെ പഠിച്ചോളുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയാണ് നീതി ആയോഗ്. എന്നാണ് ഫോം ചെയ്തത്? 2015 ജാനുവരി 1 നീതി ആയോഗ് ഫോം ചെയ്യുന്നത്. ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദി. ശ്രീ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ. വൈസ് ചെയർമാനാണ് ശ്രീ സുമൻ ബെറി. ആരാണ്? സുമൻ ബെറി. CEO BVR സുബ്രഹ്മണ്യം. ആരാണ്? BVR സുബ്രഹ്മണ്യം. പാർലമെന്റിന്റെ 2 മണ്ഡലങ്ങളാണ് ഏതെല്ലാം? രാജ്യസഭയും ലോകസഭയും. അതിൽ നമ്മൾ ആദ്യം നോക്കുകയാണ് രാജ്യസഭ എന്ന് പറയുന്നത് അല്ലേ. സംസ്ഥാനങ്ങളുടെ സഭ അല്ലെങ്കിൽ ഉപരിസഭ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് എന്ത്? രാജ്യസഭ എന്ന് പറയുന്നത്. രാജ്യസഭയുടെ ചെയർമാൻ ഇപ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. അപ്പോൾ ആരാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയാണ്? ജഗദീപ് ധൻഖർ. അദ്ദേഹമാണ് രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ആരാണ് ഡെപ്യൂട്ടി ചെയർമാൻ? ഹരിവംശ് നാരായൺ സിംഗ്. ഇനി ഓപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്നത് മല്ലികാർജുൻ ഖാർഗെ. ആരാണ്? മല്ലികാർജുൻ ഖാർഗെ. ഇനി സെക്രട്ടറി ജനറൽ ആണ് പ്രമോദ് ചന്ദ്ര മോദി. പ്രമോദ് ചന്ദ്ര മോദി. രാജ്യസഭയുടെ ചെയർമാൻ ജഗദീപ് ധൻഖർ ആണ്. ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഓപ്പോസിഷൻ ലീഡർ ചോദിച്ചാൽ മാറരുത്, മല്ലികാർജുൻ ഖാർഗെ ആണ്. സെക്രട്ടറി ജനറൽ ആണ് പ്രമോദ് ചന്ദ്ര മോദി. നിലവിൽ 18ാമത്തെ ലോകസഭയാണ് അല്ലേ. 18ാമത്തെ ലോകസഭ. ആ 18ാം ലോകസഭയുടെ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ ഓം ബിർളയാണ്. ശ്രീ ഓം ബിർള. അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ ആ ഒരു പദവി നിലവിൽ വേക്കൻ്റ് ആയിരിക്കുകയാണ്. നിലവിലില്ല, ആളില്ല, വേക്കൻ്റ് ആണെന്ന് ഓർക്കുക. ഇനി പ്രോടൈം സ്പീക്കറാണ് ഭർതൃഹരി മഹ്താബ്. ആരാണ്? ഭർതൃഹരി മഹ്താബ്. അതുപോലെ ഓപ്പോസിഷൻ ലീഡറാണ് രാഹുൽ ഗാന്ധി. ശ്രീ രാഹുൽ ഗാന്ധി. അതുപോലെ സെക്രട്ടറി ജനറലിനെ ചോദിച്ചാൽ കൃത്യമായി എഴുതിക്കൊള്ളുക, ഉത്പൽ കുമാർ സിംഗ് ആണ്. ആരാണ്? 18ാം ലോകസഭയുടെ സെക്രട്ടറി ജനറൽ ആര്? അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ആരാണ്? ഉത്പൽ കുമാർ സിംഗ്. നിലവിൽ 15ാമത്തെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായി റിലേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ആണ് നോക്കാം. സ്പീക്കർ ആരാണ്? 15ാം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കറാണ് AN ഷംസീർ. ആരാണ്? AN ഷംസീർ. ഇനി ഡെപ്യൂട്ടി സ്പീക്കറെ ചോദിച്ചാൽ ചിറ്റയം ഗോപകുമാർ. ആരാണ്? ചിറ്റയം ഗോപകുമാർ. അതുപോലെ പ്രോടൈം സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ PTA റഹീം. ആരാണ്? PTA റഹീം. ഓപ്പോസിഷൻ ലീഡറാണ് VD സതീശൻ. ശ്രീ VD സതീശനാണ് 15ാം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഓപ്പോസിഷൻ ലീഡർ. ഇനി സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ N കൃഷ്ണകുമാറാണ്. മാറിപ്പോവരുത്, N കൃഷ്ണകുമാറാണ് സെക്രട്ടറി ആയി വരുന്നത്. ഇനി നമുക്ക് കമ്മീഷൻ ആൻഡ് പ്രസന്റ് ചെയർമാൻസ് നോക്കാം. ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആരാണ് ഇപ്പൊ നിലവിൽ ഹെഡ് ചെയ്തിരിക്കുന്നത്? V രാമസുബ്രഹ്മണ്യനാണ്. ആരാണ്? ശ്രീ V രാമസുബ്രഹ്മണ്യനാണ്. ഇനി നേരെ മറിച്ച് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണെങ്കിലോ ഹെഡ് ചെയ്തിരിക്കുന്നത് ശ്രീ അലക്സാണ്ടർ തോമസ് ആണ്. ശ്രീ അലക്സാണ്ടർ തോമസ്. ഇനി നമുക്ക് നോക്കാം വുമൺ കമ്മീഷൻ അല്ലേ. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണെങ്കിൽ വിജയ കിഷോർ രഹാത്കർ ആണ്. ആരാണ്? വിജയ കിഷോർ രഹാത്കർ ആണ് നിലവിൽ സ്ഥാനമേറ്റിരിക്കുന്നത്. ഇനി കേരള സ്റ്റേറ്റ് വുമൺ കമ്മീഷൻ ആണെങ്കിലോ P സതീദേവിയാണ്. ആരാണ്? P സതീദേവിയാണ്. ഇൻഫോർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ അല്ലേ. സെൻട്രൽ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ. ചോദിച്ചാൽ എഴുതണം, കൃത്യമായി എഴുതിക്കൊള്ളണം. സെൻട്രൽ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആര്? ഹീരാലാൽ സമരിയ. ഇനി കേരള സ്റ്റേറ്റ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറാണ് V ഹരി നായർ. ആരാണ്? V ഹരി നായർ. ഇലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. ആരാണ്? ജ്ഞാനേഷ് കുമാർ. ഇനി കേരള സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ചോദിച്ചാൽ എഴുതിക്കൊള്ളുക A ഷാജഹാൻ ആണ്. പ്രസന്റ് കേരള സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് A ഷാജഹാൻ. അതുപോലെ കേരള സ്റ്റേറ്റ് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് രത്തൻ U ഖേൽക്കർ. ആരാണ്? രത്തൻ U ഖേൽക്കർ. നാഷണൽ കമ്മീഷൻ ഫോർ SC ആരാണ്? കിഷോർ മക്വാന. ആരാണ്? കിഷോർ മക്വാന. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ ST, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് അന്താർ സിംഗ് ആര്യ. അന്താർ സിംഗ് ആര്യ. നെക്സ്റ്റ് വൺ നോക്കുക, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. ആരാണ്? ഇക്ബാൽ സിംഗ്
ലാൽപുര. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് OBC അല്ലേ, ആരാണ്? ഹൻസ്രാജ് ഗൻഗ്രാം അഹിർ. അപ്പോൾ മിഷൻ CACB 2.0 റിലേറ്റഡ് ആയിട്ട് ബേസിക് GKയിൽ നിന്നുള്ള കുറച്ച് ഏരിയാസാണ് ഇന്ന് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് തന്നെയാണ്. എക്സാമിന് മുമ്പ് എല്ലാവരും കൃത്യമായി റിവൈസ് ചെയ്തിട്ട് തന്നെ പോവുക. അപ്പോൾ താങ്ക് യു.